ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാടിയത്. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ആര്യ ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നമുക്കറിയാം, കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസ് പ്രതി അതീവ സുരക്ഷിതമായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി ജയിൽ മുറി പരിശോധിച്ച ഉദ്യോഗസ്ഥരാണ് ഗോവിന്ദച്ചാമി അവിടെ ഇല്ല എന്ന വിവരം മനസ്സിലാക്കിയത്. തുടർന്ന് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതീവ സുരക്ഷിതത്വമുള്ള ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നുള്ളത് ഓർക്കണം. അവിടെ നിന്നാണ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച വളരെ പ്രധാനപ്പെട്ട സൗമ്യ വധക്കേസ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് കേരളം വല്ലാതെ ചർച്ച ചെയ്ത, കേരളത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ച ഒരു കൊലക്കേസ് കൂടിയായിരുന്നു. ഈ കൊലക്കേസിലെ പ്രതി, വളരെ പ്രധാനപ്പെട്ട പ്രതി, അതായത് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ കുപ്രസിദ്ധി ആർജിച്ച ഒരു VIP സുരക്ഷയിലുള്ള ഒരു പ്രതിയാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ന് രാവിലെയോടുകൂടി ജയിൽ മുറി പരിശോധിച്ച ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. നമുക്കറിയാം, നേരത്തെ വധശിക്ഷയ്ക്ക് ഗോവിന്ദച്ചാമിയെ വിധിച്ചിരുന്നു. തുടർന്ന് സുപ്രീം കോടതി ഇത് റദ്ദാക്കുകയും 7 വർഷം കഠിന തടവ് മാത്രമായി ശിക്ഷ ചുരുക്കുകയുമായിരുന്നു. ഈ കഠിന തടവ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അനുഭവിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്. 7 വർഷത്തേക്ക് ശിക്ഷ ഗോവിന്ദച്ചാമിക്ക് വിധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സൗമ്യയെ ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വാദഗതികൾ അത്തരത്തിൽ നേരത്തെ അംഗീകരിക്കപ്പെട്ടിരുന്നതാണ്. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രതിക്ക് അതീവ സുരക്ഷിതമായി തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ അത്തരത്തിൽ ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. ജയിൽ ഉദ്യോഗസ്ഥരുടെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വലിയ അതാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനം. രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ പോലെ അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് ഈ പ്രതി എങ്ങനെ ചാടിപ്പോയി എന്നതാണ് നമുക്ക് മുന്നിലുള്ള വലിയ ചോദ്യം. അപ്പോൾ ജയിലിനുള്ളിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചാലും അത് തെറ്റാകാൻ കഴിയില്ല. എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുള്ള സാധ്യത സ്വാഭാവികമായും കുറവായിരിക്കും. എന്നാൽ പോലും ആര്യ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്. കാരണം ഇന്ന് പുലർച്ചയോടുകൂടി, ഇന്നലെ രാത്രിയിലും ഗോവിന്ദച്ചാമി ഭക്ഷണം കഴിച്ചാണ് ഉറങ്ങാൻ പോയത്. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടി സാധാരണ ഒരു പരിശോധന ജയിലിൽ രാവിലെ ഉണ്ടാകാറുണ്ട് തടവുകാരുമായി ബന്ധപ്പെട്ട്. അത്തരത്തിലൊരു പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരാണ് ഈ ഗോവിന്ദച്ചാമി ഇത്തരത്തിൽ ജയിൽ ചാടി എന്നുള്ള വിവരം മനസ്സിലാക്കിയത്. തുടർന്ന് അവർ ജയിലിൽ പല ഭാഗങ്ങളിലും വ്യാപകമായ തിരച്ചിൽ നടത്തി. ഇയാളെ കണ്ടെത്താനായിട്ടില്ല. തുടർന്നാണ് ഇയാൾ ജയിൽ ചാടി എന്നുള്ള നിഗമനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് എന്ന് വേണം കരുതാൻ. നേരത്തെ പറഞ്ഞതുപോലെ വലിയ സുരക്ഷിതത്വമുള്ള ഒരു ജയിൽ കൂടിയാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ ഗോവിന്ദച്ചാമിക്ക് പ്രത്യേക തരത്തിലുള്ള നിരീക്ഷണങ്ങളും മറ്റുമുണ്ടായിരുന്നു. ഇതൊക്കെ അത്തരത്തിൽ അവഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഗോവിന്ദച്ചാമിയെ പോലെ ഒരാൾ ജയിൽ ചാടിയത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. ഈ പ്രദേശത്ത് ഉടനീളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് തെരച്ചിലും മറ്റും ഇപ്പോൾ പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, 2011 ഫെബ്രുവരി 1